കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാൻ പോകണ്ടേ. ഇന്ന് നേരത്തെ തുറന്നു. ഇന്നിപ്പോൾ 12:10 തന്നെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു. തിരക്ക് വലിയ തിരക്കില്ല. എന്നാൽ കുറച്ചൊക്കെ പൂജകളൊക്കെ ഒന്ന് നേരത്തെ ആയി. അതുകൊണ്ട് വേഗം തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്കങ്ങനെ വരാം. അത് കഴിഞ്ഞ് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നേരെ പോവാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ആ ബലിക്കല്ല് കാണാം. പിന്നെ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അതുപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ് ആൾ നിൽക്കുന്നത്. വളരെ മനോഹാരിത ഉണ്ട്. എന്താ വെച്ചാൽ അധികം ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ കാണാനുള്ള മാതിരി. അങ്ങനെ കാൽപാദങ്ങൾ കാണുന്നു. മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പട്ടുടുത്തിട്ടുണ്ട്, ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്, അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ടുണ്ട്. അരയെ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പൊന്നോടക്കുഴൽ കയ്യിലിങ്ങനെ വെച്ചിട്ട് ആ ഒരു നിൽപ്പാണ്. ആരൊക്കെയാണ് ഏകാശി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്നെ കാണാൻ വരുന്നത്, അവരൊക്കെ ഒന്ന് ഞാനും കാണട്ടെ എന്ന്. ആർക്കാ വേണ്ടിച്ചാൽ വെണ്ണ തരാട്ടോ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അരയിലിങ്ങനെ ഉടുത്തതിൻ്റെ മുകളിൽ ചുവന്ന പട്ടിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതാണ് രസം. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. ഇന്ന് തിരുമുടിമാല എന്താ വെച്ചെന്ന് വെളുത്ത പൂവൊന്നുമില്ല. ഇന്നുള്ളത് ചുവന്ന പൂവും തുളസിയാണ്. അതേമാതിരി തന്നെ അത് മാത്രമേ കാണാനുള്ളൂ. അതേപോലെ തന്നെ ഉണ്ടമാലി അതേപോലെ തന്നെയാണ്. വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളത്, അല്ല ചുവന്ന പൂവും തുളസി ആയിട്ടുള്ളത്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, സിമ്പിളാണ്, എനർജറ്റിക്കാണെന്ന് പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വന്നിട്ട് ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എല്ലാവരും വന്നോളൂ, കൂടെ വന്നോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പനെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കൽ നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. ഭഗവാന് നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതും രാവിലത്തെ ഗണപതി ഹോമം നടത്തുന്നതൊക്കെ അവിടെയാണ് ഉഷപൂജ നേരത്തെ. അപ്പോൾ തിടപ്പള്ളി ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ അലിലെ കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്ന സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. അവിടെ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണ്. ഇന്ന് ഗണേശനും വളരെ മനോഹരനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ആ മഞ്ഞ മുണ്ടൊക്കെ ഇങ്ങനെ, അതായത് പട്ട് അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിറയെ പൂക്കളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെറ്റിയിലൊരു നെറ്റിപ്പട്ട അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടൊരു പാലക്കാമാല ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ കൊമ്പ് ഇങ്ങനെ തുമ്പിക്കൈയും കാണാണ്ട്, തുമ്പിക്കൈയിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വർണത്തിൻ്റെ ഒരു പൂവ് വെച്ചിട്ടുണ്ട്. അതിൽ ചുവന്ന കല്ലുള്ള പാലക്ക പോലത്തെ ആ ഒരു കല്ല് കാണാണ്ട്. കല്ലിൻ്റെ തിളക്കങ്ങനെ എന്ത് രസമാണെന്നറിയോ. ഒന്ന് ആകെ തിളങ്ങാണ് ഗണേശന്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. എനിക്ക് തോന്നുന്നത് താമരപ്പൂവാണോ എന്ന് സംശയം. എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചതാണോ എന്നും അറിയില്ല, നമുക്ക് തരുമോയെന്നും അറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ആളിങ്ങനെ നല്ലൊരു പ്രസാദത്തിലാണ് ഇരിക്കുന്നത്. പ്രസന്ന ഭാവത്തിലിങ്ങനെ വയറൊക്കെ ഇങ്ങനെ കുമ്പൊക്കെ ഇങ്ങനെ ഇതായിട്ട് അതിങ്ങനെ കാണാണ്ട്. അരപ്പട്ട അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അരപ്പട്ട അങ്ങനെ ചുവന്ന അരപ്പട്ട കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ പതക്കം പോലത്തെ അരഞ്ഞാണം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഗണേശനെ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. ഒരു വെളുത്ത പൂവും തുളസിയും കൂടിയുള്ളൊരു മാല ഉണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ഗണേശനെ കോർണറിലെത്തി കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തി ഇരിക്കുന്ന അവിടെ നിന്ന് ഇന്ന് ഭുവേഷ് ഭവോദിക്കനാണ് കേട്ടോ. ഇന്ന് ഭവോദിക്കനാണ് ഇരിക്കുന്നത്. ചാർത്തി ചെയ്യണത് ഭവോദിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞിങ്ങനെ അർച്ചന പ്രസാദം വാങ്ങിയിട്ട് വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുക. അവിടെ വരുമ്പോൾ വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, അങ്ങനെയുള്ളതാണ്. പിന്നെ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹാവതാരം കാണാം. അതൊക്കെ കണ്ട് തൊഴാം. ഉഗ്രമൂർത്തിയായ നരസിംഹത്തെ കണ്ടു തൊഴാം. അതുപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുന്നതിൻ്റെ അപ്പുറത്ത് എന്നിങ്ങനെ കണ്ടതാണ്, അങ്ങനെ തോന്നിയത് നല്ല രസമുള്ളൊരു ഉണ്ണിക്കണ്ണൻ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. എവിടെയെന്ന് വെച്ചിട്ടാണ് നമ്മളെ ഗണേശൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് പോണേൻ്റെയും ഇവിടെ നിന്നുള്ള പടിഞ്ഞാറ് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ തെക്ക് പടിഞ്ഞാറ് മൂലയായിട്ടുള്ള ഭാഗത്ത്, പടിഞ്ഞാറിൻ്റെ തെക്കോട് കൂടിയിട്ടുള്ള മൂലയിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അത് കാണാം. എന്താ വെച്ചാൽ നമ്മൾ അവിടെ പോയി ഇങ്ങനെ നോക്കിയാലേ കാണും, ഓരോന്നും ഇങ്ങനെ കാണാം. എല്ലാം പറയാൻ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഹൃദയസ്പർശിയായി തോന്നുന്ന കാര്യങ്ങളങ്ങനെ പറയാം. അപ്പോൾ അതിനൊരു ചൈതന്യമുള്ള മാതിരി ഇങ്ങനെ തോന്നി അങ്ങനെ. അപ്പോൾ അവിടെ നമ്മൾ തൊഴുതിങ്ങനെ വന്ന് പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണൻ്റെ അവിടെ 2 തുളസിമാല ഉണ്ട്. മുരുകനെയും കണ്ട് മുരുകനെ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുന്നു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് വെറ്റിലമാല ഉണ്ട്, വേറെ ഒന്നുമില്ല, ഒരു തുള്ളി കുങ്കുമം കൂടി ഇല്ല കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് അങ്ങനെ വന്ന് നേരെ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളികമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണൻ നിന്ന് ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. മുഖം തന്നെ കാണാനില്ല, അത്രമാത്രം എല്ലാവരും ഇന്ന് വെണ്ണക്കണ്ണനെ മാല ചാർത്തിയുന്നുണ്ട് വാതിലിൻ്റെ അവിടേക്കുള്ള ഭാഗത്ത്. പിന്നെ അങ്ങനെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ട് കൊടിമരം കണ്ട് തൊഴാം. ഇന്നിപ്പോൾ വലിയ തിളക്കം എന്ന് പറയാനില്ല, കാരണം എന്താ വെച്ചാൽ അധികം വെയിലില്ല, ഒരു മങ്ങിയ കാലാവസ്ഥയുണ്ട്. എന്നാലും അവിടെ കണ്ട് തൊഴുത് മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ചുവന്ന പട്ടെടുത്തിട്ട് അമ്മ ഇങ്ങനെ ആ ഗോളക ഇറക്കിയിട്ടാണ്, മുഖമൊക്കെ ഗോളകയാണ്. പിന്നെ ധാരാളം പൂക്കൾ, ചുവന്ന പട്ടിൻ്റെ അതേപോലെ തന്നെ ചുവന്ന പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല തിളങ്ങി നിൽക്കുക കേട്ടോ. കിരീടമൊക്കെ വെച്ചിട്ടുള്ള അമ്മയാണ്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളും. അതേപോലെ ആ ശിവേലി വിഗ്രഹത്തിൻ്റെ അവിടെയുണ്ട് ഒരു വെളുത്ത പട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആരെങ്കിലും കൊടുത്തതായിരിക്കും, അങ്ങനെ സമർപ്പിച്ചതായിരിക്കും. അങ്ങനെ അവിടെ നമ്മൾ തൊഴണു, പ്രാർത്ഥിക്കണം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും തൊഴണു. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ അങ്ങനെ അരയിൽ കൈ കുത്തിയിട്ട് ഓടക്കുഴലും കുടിച്ച് ഇങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുന്നു. അവിടെ വന്ന് കിടാവിളക്ക് കാണാനില്ല, കെട്ടിരിക്കുകയാണ് തോന്നുന്നു, കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ അയ്യപ്പൻ്റെ അവിടെ വരുന്നു. അയ്യപ്പനെ കാണുന്നു. അയ്യപ്പനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് കരിനീല ആണ് ആളുടെ വസ്ത്രം.
കരിനീല പട്ടാണെങ്കിൽ കൂടി സ്വർണ്ണ കളറുണ്ട്. സ്വർണ്ണ കളറുള്ള വസ്ത്രം അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ. അതേപോലെ നല്ല കിരീടം, സ്വർണത്തിൻ്റെ കിരീടം ഗോളകയാണ്, ഗോളകയുടെ ഇതാണ്. പിന്നെ ധാരാളം ആഭരണങ്ങൾ ഒക്കെ, സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊക്കെ ചാർത്തിയിട്ട് ഭഗവാൻ അങ്ങനെ നമ്മളെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും വന്നോളൂ എന്നുണ്ട്. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നെ ഇപ്പം ഇന്ന് സദ്യയാണ്, ത്രയോദശി ഊട്ടാണ്. വളരെ മനോഹരമായിട്ട് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ നോക്കി അന്നലക്ഷ്മി ഹാളിൽ അതിലെ അങ്ങനെ പോയാൽ നാരായണാലയത്തിൽ വന്ന് ഭഗവാനെ പൂജിച്ച, പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ നേരെ വീണ്ടും ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി തൊഴുത് തെക്കേ നടയിലേക്ക് വരാം. കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ ഭഗവാനെ, മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ അംഗീകരിക്കട്ടെ. അവരുടെ കാര്യങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.